Hi students, welcome back to our literature classes. Hope you all have a clear idea about the Shakespearean time and the factors that influenced him to write such a beautiful play. And before moving on to the play, we should have to know the structure of the play. So, എങ്ങനെയാണ് അതിൻ്റെ സ്ട്രക്ചർ എന്നുള്ളത് ദ മെർച്ചൻ്റ് ഓഫ് വെനീസ് എന്ന ഷേക്സ്പിയറിയൻ പ്ലേ ബ്യൂട്ടിഫുൾ പ്ലേ ആണ് നമുക്ക് പഠിക്കാനുള്ളത്. അതിൻ്റെ സ്ട്രക്ചർ എന്താണെന്നുള്ളത് കൂടി നമുക്കൊന്ന് ആദ്യമേ ഒന്ന് മനസ്സിലാക്കാം. ദ പ്ലേ ഈസ് ഡിവൈഡഡ് ഇൻ ടു 5 ആക്ട്സ്. 5 ആക്റ്റുകളായിട്ടാണ് പ്ലേ ഡിവൈഡഡ് ആയിരിക്കുന്നത്. അതിൽ ഓരോ ആക്റ്റിലും ഈച്ച് ആക്ട് is having different scenes. പല സീൻസ് ആയിട്ട് അതിനെ വീണ്ടും ഡിവൈഡ് ചെയ്തിട്ടുണ്ട് ഓരോ ആക്റ്റും. ഇപ്പോൾ 5 ആക്റ്റുകളാണുള്ളത്. ആൻഡ് ഇൻ ദിസ് ഇയർ ഫോർ 9th സ്റ്റാൻഡേർഡ് യു വിൽ ബി ലേണിംഗ് അപ് ടു ദ ഫസ്റ്റ് സീൻ ഓഫ് ആക്ട് 3. ആക്ട് 3 ഫസ്റ്റ് സീൻ വരെയാണ് 9th സ്റ്റാൻഡേർഡിലെ പോർഷൻ എന്ന് പറയുന്നത്. ആൻഡ് ദ റെസ്റ്റ് വിൽ ബി ടേക്കൺ ഇൻ 10th സ്റ്റാൻഡേർഡ്. ഇത് മുഴുവനും കൂടി ഒരുമിച്ചാണ് 10th ബോർഡ് എക്സാമിന് നിങ്ങൾ ആൻസർ ചെയ്യാനായിട്ട് പോവുക. സോ ഇംഗ്ലീഷ് you have to give more importance to the literature paper because whatever you are learning in 9th standard it will be included as the portion of the 10th also. So you have to be more serious and all these things must be revised in between. നമ്മൾ പഠിക്കുന്നതെല്ലാം ഇടയ്ക്കിടയ്ക്ക് നമുക്ക് റിവൈസ് ചെയ്ത് പോകണം. കാരണം എങ്കിൽ മാത്രമേ ഇത് നമുക്ക് ഈ കണ്ടിന്യൂസ് ഒരു ലോങ് പ്ലേ ആണ് വിനോ. സോ പല സീൻസ് വരുന്നുണ്ട്, ഒരുപാട് ക്യാരക്ടേഴ്സ് വരുന്നുണ്ട്. സോ വി ഹാവ് ടു നോ ഈച്ച് ആൻഡ് എവറി സീൻ വെരി ക്ലിയർലി. ആൻഡ് just before going on to the scene, the first scene of Act 1, we have to know which all places are there in the play. ഇതൊക്കെ സ്ഥലങ്ങളാണ് ഈ പ്ലേയിൽ വരുന്നത് എന്നുള്ളത്. There are 2 places mentioned. എല്ലാ സീൻസും ഇതിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് വെച്ചിട്ടാണ് നടക്കുക. One is Venice, as the title says, the merchant of Venice. The merchant Antonio lives in Venice. So വെനസിലാണ് Antonio, Bassanio and the other friends, including the villain character Shylock. They all are there in Venice. And Belmont, another place comes and there resides Portia. The heroine, almost equal importance ഉള്ളൊരു ക്യാരക്ടറാണ് പോർഷ്യയുടേത്. Portia's maid Nerissa and all these characters are coming there in Belmont. Belmontum, Veniceum. These are the 2 places that we can see throughout the play. So each scene takes place in either in Belmont or in Venice. ഒരു സീൻ ബെൽമണ്ടിലാണെങ്കിൽ അടുത്ത സീൻ നാച്ചുറലി വെനസിലേക്ക് പോകുന്നു. സോ ഇതൊരു ഓൾട്ടർനേറ്റ് ആയിട്ട് സീൻസ് ഇങ്ങനെ വെനസും ബെൽമണ്ടുമായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുക. ആൻഡ് ഏർലിയർ ഇൻ ദ ഇൻട്രൊഡക്ഷൻ വി ഹാവ് സീൻ ദാറ്റ് അബൌട്ട് ദ യൂണിറ്റീസ് ഓഫ് പ്ലേസ്. പ്ലേസിൽ ഫോളോ ചെയ്തിരുന്ന 3 യൂണിറ്റീസിനെ കുറിച്ച് ജസ്റ്റ് ഐ വോണ്ട് ടു റിമൈൻഡ് യു അബൌട്ട് ദാറ്റ്. ഒന്നുകൂടെ നമുക്കതൊന്ന് ഓർക്കാം. Unity of action, unity of time, unity of place. These were the 3 unities that were maintained. മെയിൻറ്റെയിൻ ചെയ്യേണ്ടിയിരുന്ന 3 യൂണിറ്റീസ് എന്ന് പറയുന്നത് സ്ഥലം, ഒരേ സ്ഥലത്ത് പറഞ്ഞു പോകുന്ന കാര്യങ്ങളായിരിക്കണം, നടക്കുന്ന കാര്യങ്ങളായിരിക്കണം, ഒരേ സമയത്ത് നടക്കുന്ന കാര്യങ്ങളായിരിക്കണം, അതേപോലെ ആക്ഷൻസിന് ഒരു കണ്ടിന്യൂറ്റി വേണം. ഇതായിരുന്നു ഒരു ലോ അല്ലെങ്കിൽ ഒരു പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് about the place. But Shakespeare doesn't follow this. What he has followed an emotional unity. ഒരു ഇമോഷണൽ യൂണിറ്റിയാണ് ഷേക്സ്പിയർ ഫോളോ ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് കാണാം ഒരു സീൻ ബെൽമണ്ടിലാണെങ്കിൽ അടുത്ത സീൻ വെനസിൽ എന്ന് പറയുമ്പോൾ യൂണിറ്റി ഓഫ് പ്ലേസ് അവിടെ മെയിൻറ്റെയിൻ ചെയ്യുന്നില്ല. ബട്ട് ഹി ഹാസ് ഫോളോഡ് ദ യൂണിറ്റി ഓഫ് ഇമോഷൻ. നമുക്കത് വായിക്കുമ്പോൾ നോർമലി വെനസിൽ ഒരു കാര്യം നടന്നു, ആന്റോണിയോ, ബസാനിയോ ഓൾ ആർ ദേർ. ഇനി അടുത്ത് പോർഷ്യ, ബെൽമണ്ടിൽ എന്താണ് സംഭവിക്കുക, അവിടെ എന്താണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. പീപ്പിൾ വിൽ ബി ക്യൂരിയസ് ഓർ ഈഗർ. The readers will be, or the spectators will be eager or curious to know about what will be happening in the other place at the same time. So alternate ആയിട്ട് ഈ സീൻസ് ഈ 2 സ്ഥലങ്ങളിലായിട്ടാണ് ബെൽമണ്ടിലും വെനീസിലുമായിട്ടാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. That's what we have to understand about the places in which the play is going on or the play is taking place. Scenes are taking place. So let's move on to the play. Let me tell you one thing. Go through the lines when I read it and note down each and every word meaning, because the meanings of the phrases will be asked for 3 mark questions and all. Phrases, you will be asked to write the meanings of them. So you are requested to write down the meanings what are all mentioned here and also read the lines in your mind along with me. Then only you will be familiar with the pronunciation and also the pattern of the lines, the verse style it is written, blank verse. So it's a poetic lines, rhythmic lines are written in the play. So you'll be familiar with it. So please keep your book with you and read. And the first scene of Act 1, it is set in Venice. And we can see in the introduction itself, Antonio is presented. So Antonio introduced in the first act, first scene la തുടക്കത്തിൽ തന്നെ നമുക്ക് കാണാൻ കഴിയുന്നത് Antonio ആണ്, the central character of the play, the merchant of Venice. Who's Antonio? A
wealthy, rich, a very prosperous businessman he is, and also a matured man. So Antonioയുടെ ഫ്രണ്ട്സിൻ്റെ ഗ്യാങ്ങിൽ വെച്ച് Antonio he is quite different from the others. മറ്റുള്ളവരിൽ നിന്ന് കുറച്ച് വ്യത്യസ്തനായിട്ട് നിൽക്കുന്ന ഒരാളാണ് Antonio എന്ന് നമുക്ക് തുടക്കം മുതൽ തന്നെ മനസ്സിലാവും. He is quite matured in his feelings and also a very prosperous businessman he is. So before going to the characteristics of this young people, we have to know how the Elizabethan England, the youngsters of the Elizabethan England were. ആ സമയത്ത് ചെറുപ്പക്കാരുടെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് കൂടി നമ്മളൊന്ന് മനസ്സിലാക്കി പോകണമെങ്കിൽ മാത്രമേ Antonio how he was different from the others we will be able to understand. So we can understand that the youngsters of the time, the young men were living a pompous way of life, luxurious, lavish kind of life they were having. അപ്പം ചെറുപ്പക്കാരെ സംബന്ധിച്ച് വളരെ അടിച്ചുപൊളിച്ച് ഉള്ള പൈസയൊക്കെ ചെലവഴിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടം ചെറുപ്പക്കാരുടെ ഒരു കാലമായിരുന്നു എലിസബത്തൻ ഇംഗ്ലണ്ട് എന്ന് പറയുന്നത്. They were not thinking about the future or they were not worried about earning money. So they were spending it. They were only thinking about how to spend money. That was the need of them, and that's what they were doing actually. So we can see all the friends of Antonio were of the same nature. Antonioയുടെ ഫ്രണ്ട്സ് ഒക്കെ തന്നെ ഇങ്ങനെ ഈ ഒരു ടൈപ്പ് ആൾക്കാരാണ്. അതുകൊണ്ട് തന്നെ especially we can see Bassanio, the pair of Portia, Antonio's friend, soulmate. Bassanio is also having the same character. ഇതേ ക്യാരക്ടർ തന്നെയാണ് ബസാനിയോയ്ക്കും ഉള്ളത്. പക്ഷേ Antonio is quite different. He's a man who is having a vision, or a far-sighted man he is. He's having he's thinking about, concerned about the future or earning money or things like that. That's why he became very prosperous in his business. So Antonio is there in the beginning of the scene. He is introduced and he begins the scene. That's it. And along with him we can see two other friends of Antonio. They are Salarino and Salanio. Please be familiar with these names. Don't be confused. Salarino and Salanio are the two other friends of Antonio who are introduced in the scene. And Antonio begins the dialogue and is talking to himself actually, but to his friends also. It's not a soliloquy. Soliloquy എന്ന് നമ്മൾ പറയുന്ന ആത്മഗതമാണ്. ആത്മഗതമല്ല, ശരിക്കും സ്വയം ഒരു സങ്കടം എക്സ്പ്രസ് ചെയ്യുകയാണ്. അറ്റ് ദ സെയിം ടൈം ഈസ് ടോക്കിംഗ് ടു ഹിസ് ഫ്രണ്ട്സ് ഓൾസോ. സലാർനോയോടും സലാനിയോയോടും കൂടി പറയുകയാണ്. ആൻഡ് വി ക്യാൻ സീ Antonio in a sad mood, in a melancholic mood. Antonioയെ നമുക്ക് ഈ സീനിൽ കാണാൻ കഴിയുന്നത്, ഇൻട്രൊഡക്ഷനിൽ തന്നെ കാണുന്നത്, ഈസ് ഇൻ എ മെലൻകോളിക് മൂഡ്, ഒരു വിഷമിച്ചിരിക്കുന്നൊരവസ്ഥ, സങ്കടപ്പെട്ടിരിക്കുന്നൊരവസ്ഥയിലാണ് Antonioയെ നമുക്ക് കാണാനായിട്ട് കഴിയുക. In sooth, I know not why I am so sad. It varies me, you say it varies you. In sooth means actually, really, I know not, I don't know why I am so sad. So he agrees that he is sad, but he doesn't know the reason of that sadness. Antonio ഇവിടെ എഗ്രി ചെയ്യാണ്, അദ്ദേഹത്തിന് സങ്കടമുണ്ട്, വിഷമിച്ചിരിക്കുകയാണ്. പക്ഷെ അതിൻ്റെ കാരണം എന്താണെന്ന് Antonioയ്ക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. It varies me and this sadness is disturbing me a lot. It varies means tires me. എന്നെ ഇത് ബുദ്ധിമുട്ടിക്കുന്നു. ഈ സാഡ്നെസ് എന്ന് പറയുന്നത് എന്നെ വല്ലാതെ ഡിസ്റ്റർബ് ചെയ്യുന്നു, എന്നെ ക്ഷീണിപ്പിക്കുന്നു, എന്നെ ശല്യപ്പെടുത്തുന്നു. ആൻഡ് യു സേ ഇറ്റ് വേരീസ് യു ആൻഡ് ബീയിങ് മൈ ഫ്രണ്ട്സ്. സാധാരണ ഒരു സുഹൃത്തിന് വിഷമം വന്നാൽ അത് മറ്റുള്ളവരെയും ബാധിക്കുന്ന കാര്യമാണ്. സോ ഐ ആം സാഡ്, ഇറ്റ് ടയേഴ്സ് മീ ആൻഡ് യു സേ ഇറ്റ് ടയേഴ്സ് യു ടു. അത് നിങ്ങളെയും ബുദ്ധിമുട്ടിക്കുന്നു എന്ന് നിങ്ങളും പറയുന്നു. എൻ്റെ ഈ ഒരു വിഷമം നിങ്ങളിലേക്കും നിങ്ങൾക്കും അത് ഫീൽ ചെയ്യുന്നു, അത് ബാധിക്കുന്നു എന്ന് നിങ്ങൾ പറയുന്നു. ബട്ട് ഹൗ ഐ കോട്ട് ഇറ്റ്, found it or came by it, what stuff it is made of, whereof it is born, I am to learn. And now he is thinking about the reason of his sadness. How I caught it, how I met the sadness, how I got the sadness, I don't know. എങ്ങനെയാണ് എനിക്ക് ഈ സങ്കടം എന്നിലേക്ക് വന്നത്? From where I found it, എവിടെ നിന്നാണ് എനിക്കിത് കിട്ടിയത്? Or came by it, എങ്ങനെയാണ് ബൈ ചാൻസ് ഞാനിത് എന്നിലേക്ക് ഈ സങ്കടം, ഈ റീസൺ, സങ്കടത്തിൻ്റെ കാരണം വന്നത് എന്നെനിക്കറിയില്ല. വാട്ട് സ്റ്റഫ് ഇറ്റ് ഇസ് മെയ്ഡ് ഓഫ്. സ്റ്റഫ് മീൻസ് യുവർ മെറ്റീരിയൽ. വാട്ട് ഇസ് ദ മെറ്റീരിയൽ ദാറ്റ് ഇസ് വിച്ച് ദിസ് സാഡ്നസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ്. ഈ സാഡ്നസ് ഉണ്ടാക്കിയിരിക്കുന്ന മെറ്റീരിയൽ എന്താണ്? വാട്ട് ഇസ് ദ മീനിങ് ഓഫ് ദാറ്റ്? ഇറ്റ് മീൻസ് വാട്ട് ഇസ് ദ ആക്ച്വൽ റീസൺ ഓഫ് ദിസ് സാഡ്നസ്. ഈ സങ്കടത്തിൻ്റെ ശരിക്കുള്ള കാരണം എന്താണ്? മെറ്റീരിയൽ ഹിയർ മീൻസ് എ റീസൺ ഫോർ ദാറ്റ്. ആൻഡ് വെയർ ഓഫ് ഇറ്റ് ഇസ് ബോൺ ആൻഡ് ഫ്രം വെയർ ഇറ്റ് ഇസ് ടേക്കൺ ഇറ്റ്സ് ബർത്ത്. എവിടെ നിന്നാണ് ഇത് ശരിക്കും ഉത്ഭവിച്ചത്, തുടങ്ങിയത് ഈ സങ്കടം? അതെനിക്കറിയില്ല. ഐ എം ടു ലേൺ മീൻസ് ഐ ഹാവ് യെറ്റ് ടു ലേൺ.
ഐ ഡോണ്ട് നോ അപ് ടു ദിസ് ടൈം. ഇപ്പോൾ വരെ എനിക്കറിയില്ല, ഞാൻ പഠിക്കേണ്ടിയിരിക്കുന്നു, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഐ ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. ഐ ആം ടു ലേൺ മീൻസ് ഐ വോണ്ട് ടു നോ. And such a want with sadness makes of me that I have much ado to know myself. And this sadness has actually made me a fool. Want with means a fool. So, in front of others, I become a fool just because I am sad and I don't know the reason. മറ്റുള്ളവർ ചോദിക്കുമ്പോൾ ഞാൻ സങ്കടപ്പെട്ടിരിക്കുകയാണ്, പക്ഷേ എനിക്കതിൻ്റെ കാരണം പറയാനായിട്ട് പറ്റുന്നുമില്ല. So people will be surely thinking about me as a fool because I'm sad and I don't know the reason for my sadness. That's why this sadness makes me such a worn wit. I became a worn wit, a fool. Sadness makes of me. Sadness made me a fool actually. That I have much ado to know myself. Because what is the reason why I have become a fool? Just because of the sadness? Just because I have much ado. Ado means difficulty. I have great difficulty to know myself. If I don't know the reason for my sadness, that means that I have difficulty to know myself. എനിക്ക് എൻ്റെ സങ്കടത്തിൻ്റെ കാരണം അറിയില്ല എന്ന് പറയുമ്പോൾ അതിനർത്ഥം എനിക്ക് എന്നെ തന്നെ അറിയാനായിട്ട് ബുദ്ധിമുട്ട് തോന്നുന്നു എന്നാണ്. സോ ഒരാൾക്ക് സ്വയം മനസ്സിലാക്കാൻ കഴിയുന്നില്ലെങ്കിൽ അയാൾ ശരിക്കും മറ്റുള്ളവരുടെ മുൻപിൽ തീർച്ചയായിട്ടും ഒരു വോൺ വിറ്റ്, ഒരു ഫൂളായി മാറുന്നു എന്നാണ് ആൻ്റോണിയോ ഇവിടെ പറയുക. ഈസ് ആക്ച്വലി ക്വൈറ്റ് ടെൻസ്ഡ് ഓർ കൺഫ്യൂസ്ഡ്. ഹി ഡസൻറ്റ് നോ വാട്ട് ഇസ് ദ റീസൺ ഫോർ ഹിസ് സാഡ്നെസ്, ബട്ട് he agrees that he is in a melancholic mode. He is sad. സങ്കടമുണ്ട്, പക്ഷേ അതിൻ്റെ കാരണം എന്താണെന്ന് അറിയില്ല. Sometimes we also feel like that, no? An unknown sadness will be there and we won't be knowing from where we got it or what's the actual reason for that sadness. We won't be knowing about it, but we'll be feeling it. That's what Antonio is also experiencing here. അതേ ഫീലിംഗ് ആണ് ഇവിടെ അന്റോണിയോയും പറയുക. ഒരു സങ്കടമുണ്ട്, പക്ഷെ അതെന്താണെന്ന് കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഈവൻ when the ഫ്രണ്ട്സ് ചോദിക്കുമ്പോൾ പോലും പറയാൻ പറ്റുന്നില്ല. and others will think about him as a fool and he is sad about that. അതിനെക്കുറിച്ചും അദ്ദേഹത്തിന് വിഷമമുണ്ട്. ആൻഡ് സെലാരിനോ റിപ്ലൈസ്. അപ്പോൾ ഇത്രയും കേട്ട് കഴിഞ്ഞപ്പോൾ സെലാരിനോ ആൻഡ് സെലീനിയോ, ദീസ് ടു ആർ, സെലാരിനോ ആൻഡ് സെലാനിയോ ആർ ദ ഫ്രണ്ട്സ് ഹു ആർ ദേ. ആൻഡ് സെലാരിനോ റിപ്ലൈസ് ടു ഹിം. സെലാരിനോ ആണ് അടുത്തതായിട്ട് പറയുന്നത്. അന്റോണിയോട് ഇതിന് മറുപടി പറയാണ്. ഹി വാസ് ഏബിൾ ടു ഫൈൻഡ് ദ റീസൺ ഫോർ ദ സാഡ്നെസ്. അദ്ദേഹം ഗസ് ചെയ്യുകയാണ് എന്തായിരിക്കാം സങ്കടം എന്ന് കണ്ടുപിടിച്ച് കൊടുക്കുകയാണ് അന്റോണിയോയ്ക്ക്. യുവർ മൈൻഡ് ഇസ് ടോസിങ് ഓൺ ദ ഓഷ്യൻ. ഐ നോ വൈ യു ആർ സാഡ്. You are a businessman whose ships are on sale. നിങ്ങളൊരു ബിസിനസ്മാനാണ്. നിങ്ങളുടെ എല്ലാ ഷിപ്പുകളും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലായിട്ട് കടലിൽ ഇങ്ങനെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, സെയിലാണ്. സോ യുവർ മൈൻഡ് ഇസ് ഓൾസോ ടോസിങ് ഓൺ ദ ഓഷ്യൻ. വാട്ട് ഇസ് ടോസിങ്? ദ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻറ്റ് ഓഫ് ദ വേവ്സ്. കടലിലെ തിരമാലകളുടെ മൂവ്മെൻറ്റ്സിനാണ് ടോസിങ്. സോ യുവർ മൈൻഡ് ഇസ് ഓൾസോ ടോസിങ് ഓൺ ദ ഓഷ്യൻ. ആ ഷിപ്സിനൊപ്പം നിങ്ങളുടെ മനസ്സും അവിടെയാണ്. So you are always thinking about your merchandise. You are always thinking about your argosies. Argosies means big ships, merchant ships. So your big ships which are richly loaded, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള വിലപിടിപ്പുള്ള സാധനങ്ങൾ നിറച്ച് കച്ചവടത്തിനായിട്ട് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് പോയിരിക്കുന്ന ഒരുപാട് കപ്പലുകളുണ്ട് അന്റോണിയോയ്ക്ക്. സോ ദാറ്റ് ഇസ് ദ റീസൺ ഫോർ യുവർ സാഡ്നെസ്. യു ആർ ഓവർ concerned or you are over conscious about your merchandise. That's what you are sad. അപ്പോൾ സെലാരിനോ ആണ് ഒരു റീസണുമായിട്ട് വരുന്നത്. യുവർ മൈൻഡ് ഇസ് ടോസിങ് ഓൺ ദ ഓഷൻ. നിങ്ങളുടെ ഷിപ്സിനൊപ്പം നിങ്ങളുടെ ഹൃദയവും പോയിരിക്കുകയാണ്, നിങ്ങളുടെ മനസ്സും പോയിരിക്കുകയാണ്. വേർ യുവർ ആർഗസീസ് വിത്ത് പോർട്ട്ലി സെയിൽ. വേർ യുവർ ആർഗസീസ് മീൻസ് ബിഗ് മെർച്ചൻ്റ് ഷിപ്സ് ആണ്. സോ യുവർ ആർഗസീസ് ആർ പോർട്ട്ലി സെയിലിംഗ് ആൻഡ് യുവർ മൈൻഡ് ഈസ് ഓൾസോ there. എവിടെയാണോ നിങ്ങളുടെ ഷിപ്സ് പോർട്ട്ലി സെയിൽ ചെയ്യുന്നത്, പോർട്ട്ലി മീൻസ് ഇൻ എ ഡിഗ്നിഫൈഡ് വേ, സെയിലിംഗ്, ട്രാവലിംഗ്. സോ യുവർ ഷിപ്സ് ആർ ട്രാവലിംഗ് ത്രൂ ദ സീ ഇൻ എ ഡിഗ്നിഫൈഡ് വേ. പോർട്ട്ലി, റിച്ച്ലി ലോഡഡ് ഷിപ്സ് yours. So they are traveling through the sea and your mind is there with them. നിങ്ങളുടെ മനസ്സും ആ ഷിപ്സിനൊപ്പമാണ്. എന്തെങ്കിലും അപകടം ഉണ്ടാവുമോ, എന്തെങ്കിലും സംഭവിക്കും, ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. ലൈക്ക് സിഗ്നിയസ് ആൻഡ് സെലാരിനോ ഇസ് പ്രൈസിങ് ഹിസ് ഷിപ്സ്. സെലാരിനോ അദ്ദേഹത്തിൻ്റെ ഷിപ്സിനെ കുറിച്ച് പുകഴ്ത്തി പറയുകയാണ്. ദേ ആർ ലൈക്ക് ദ സിഗ്നിയസ് ആൻഡ് റിച്ച് ബർഗേഴ്സ് ഓൺ ദ ഫ്ലഡ്. ഹൗ ദേ ആർ മൂവിങ് ഓൺ ദ ഫ്ലഡ് ഹിയർ മീൻസ് ഓഷ്യൻ. കടലിൽ എങ്ങനെയാണ് അവ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ലൈക്ക് സിഗ്നിയസ് മീൻസ് ജെന്റിൽമെൻ ആൻഡ് റിച്ച് ബർഗേഴ്സ് വെൽത്തി സിറ്റിസൺസ്. വളരെ പണക്കാരായ ആൾക്കാർ അല്ലെങ്കിൽ വളരെ മാന്യതയുള്ള പ്രൗഢിയുള്ള ആൾക്കാരെ പോലെയാണ് നിങ്ങളുടെ ഷിപ്സ് കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓർ ആസ് ഇറ്റ് വേർ ദ പേജിയൻസ് ഓഫ് ദ സീ. ഇൻ അതർ വേർഡ്സ്, ഇനി വേറൊരു വാക്കിൽ പറഞ്ഞാൽ എങ്ങനെ അതിനെ ഡിസ്ക്രൈബ് ചെയ്യാം? ഹൗ അന്റോണിയോസ് ഷിപ്സ് ക്യാൻ ബി ഡിസ്ക്രൈബ്ഡ്? Salarino says they are like a public show in the sea. Pageant means public show. ഗ്രാൻഡ് ആയിട്ടുള്ള
ഒരു പബ്ലിക് ഷോ ആണ് അവർ കടലിൽ ശരിക്കും നടത്തുന്നത്. ഇത്രയും നിങ്ങളുടെ ഷിപ്സ് വളരെ റിച്ച്ലി ലോഡഡ് ആണ്, ബിഗ് ഷിപ്സ് ആണ്. വെൻ ദേ സെയിൽ ഓൺ ദ സീ, സെയിൽ ഓവർ ദ സീ, ദ അതേഴ്സ് വിൽ ബി ലുക്കിംഗ് അറ്റ് ദം വിത്ത് റെസ്പെക്റ്റ്. വളരെ ആളുകൾ ഇത് കാണുമ്പോൾ തന്നെ അന്റോണിയോയുടെ ഷിപ്സ് ആണ് എന്ന് പറഞ്ഞ് വളരെ ബഹുമാനത്തോടെ നോക്കുന്നു. സോ ദേ ആർ മേക്കിംഗ് എ പേജിയൻ ഷോ. ആക്ച്വലി ദേ ആർ ലൈക്ക് making a public show in the sea. That's what Salerno says. And do overpeer the petty traffickers, and when these ships are sailing in the sea, they will be overpeering. Overpeering means looking down. താഴെ കൂടെ പോകുന്ന കുഞ്ഞു ബോട്ടുകൾ, പെറ്റി ട്രാഫിക്കേഴ്സ് മീൻസ് ദ സ്മോൾ ബോട്ട്സ്. ചെറിയ ചെറിയ ബോട്ടുകൾ താഴെ കൂടെ പോകുമ്പോൾ ഈ തല ഉയർത്തി പോകുന്ന അന്റോണിയോയുടെ ഷിപ്സൊക്കെ താഴത്തേക്ക് ഇങ്ങനെ അവയെല്ലാം നോക്കി കാണുന്നു. സോ ദേ ആർ ലൈക്ക് എ പബ്ലിക് ഷോ. ദ ബിഗ് ഷിപ്സ് they are richly loaded and very proudly they are moving in the sea. And when the small boats come near to them, they will look at them, they will look down at them, and what will be the feeling of the small boats? Let's see. And that courtesy to them, do them reverence. And these small boats, ഈ അടുത്തുകൂടി പോകുന്ന ചെറിയ ബോട്ടുകളോ എങ്ങനെയായിരിക്കും ഇവയെ നോക്കുക? They courtesy to them. Courtesy, salute. Courtesy means salute to them and do them reverence. They will respect them. അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ബോട്ടുകളൊക്കെ അടുത്തൂടെ പോകുമ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടി അന്റോണിയോയുടെ ബിഗ് മെർച്ചൻ്റ് ഷിപ്സിനെ നോക്കുന്നു. ആൻഡ് ദേ വിൽ സല്യൂട്ട് ആൻഡ് ദേ വിൽ ഷോ റെസ്പെക്ട് ടു ഷിപ്സ്. സോ വൈ Salerno says all these things? Just because he wants to make Antonio clear that how great his ships are, how proudly they are traveling in the sea. എത്രമാത്രം വലുതാണ് അന്റോണിയോയുടെ ഷിപ്സ് ബാക്കി ചെറിയ ബോട്ട്സിനെയൊക്കെ അപേക്ഷിച്ച്, എത്രമാത്രം അവർ ഡിഗ്നിഫൈഡ് ഒരു ട്രാവലിംഗ് ആണ് അവർ നടത്തുന്നത്, മറ്റുള്ളവർ എത്രമാത്രം അന്റോണിയോയെയും അദ്ദേഹത്തിൻ്റെ ഷിപ്സിനെയും ഒക്കെ ബഹുമാനിക്കുന്നുണ്ട് എന്നൊക്കെയാണ് Salerno ഇവിടെ. ഹിസ് ട്രൈങ് ടു കംഫർട്ട് അന്റോണിയോ. ആക്ച്വലി അന്റോണിയോ ഈസ് ഇൻ എ സാഡ് മൂഡ് ആൻഡ് Salerno വോണ്ട്സ് ടു കംഫർട്ട് ഹിം. അദ്ദേഹത്തെ ഒന്ന് ആശ്വസിപ്പിക്കാനായിട്ടൊന്ന് സമാധാനിപ്പിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പറയുകയാണ് ഇവിടെ Salerno. And then as they fly by them with their woven wings, and these petty traffickers, these small boats will be looking at these big boats of big ships of Antonio with respect, and these big ships will be flying with their woven wings. ഈ ബിഗ് ഷിപ്സ് അവയുടെ വൂവൺ വിങ്സുമായിട്ട് ഇങ്ങനെ പറന്ന് പോയിക്കൊണ്ടിരിക്കുമ്പോൾ, വാട്ട് ആർ ദ വൂവൺ വിങ്സ്? സെയിൽസിനെയാണ് പറയുക, പായ്ക്കപ്പലുകൾ, അതിന് മുകളിൽ കിട്ടുന്ന കാറ്റിനൊപ്പം സഞ്ചരിക്കാനായിട്ടുള്ള അതിനെയാണ് ഇവിടെ വൂവൺ വിങ്സ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുക. സോ ദ സെയിൽസ് ആർ റെഫർ ടു ആസ് ദ വൂവൺ വിങ്സ്, ആൻഡ് വെൻ ദേ മൂവ് വിത്ത് ദെയർ സെയിൽസ്, മൂവ് ഓൺ ദെയർ സെയിൽസ്, which is referred to, which is compared to as the woven wings, the other small boats will be saluting them and looking at them with respect. And Salerno അവിടെ കൊണ്ട് നിർത്തുകയാണ് പറഞ്ഞ്. ദെൻ Salerno continues. അപ്പോൾ അടുത്ത ഫ്രണ്ട് ബാക്കി പറയുകയാണ് അതിൻ്റെ. ബിലീവ് മീ സർ, had I such venture forth, the better part of my affections would be with my hopes abroad. So Salernoയുടെ പാട്ട് Salerno പറഞ്ഞു, നിങ്ങളുടെ ഷിപ്സ് വളരെ ഗ്രേറ്റ്ലി റിച്ച്ലി ലോഡഡ് ആണ്, അവരെ വളരെ ഡിഗ്നിഫൈഡ് വേയിൽ സീയിൽ കൂടെ ഓഷ്യനിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്, മറ്റുള്ളവർ അതിനെ റെസ്പെക്റ്റ് ചെയ്യുന്നു എന്നൊക്കെ പറഞ്ഞ് കംഫർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. ദെൻ അടുത്ത ആൾ Salerno പറയുകയാണ്, സർ ജസ്റ്റ് ട്രസ്റ്റ് മീ, ബിലീവ് മീ സർ, had I such venture for the if I had such a risky business. താങ്കൾക്കൊരു വളരെ റിസ്കി ബിസിനസ് ആണുള്ളത്. ഓൾ യുവർ ഷിപ്സ് ആർ ഓൺ സെയിൽ. നിങ്ങളുടെ ഷിപ്പുകളെല്ലാം കടലിലൂടെ യാത്ര ചെയ്തുകൊണ്ടിരിക്കുകയാണ്, വെറുതെ പോലെ റിച്ച്ലി ലോഡഡ് ആണ്, വളരെ പ്രഷ്യസ് ആയിട്ടുള്ള കോസ്റ്റ്ലി ആയിട്ടുള്ള സാധനങ്ങളാണ് എല്ലാ ഷിപ്സിലും ഉള്ളത്. സോ ഇഫ് ഐ ഹാഡ് സച്ച് എ റിസ്കി ബിസിനസ്, ഇങ്ങനെ ഒരു റിസ്കി ബിസിനസ് എനിക്കായിരുന്നു ഉണ്ടായിരുന്നതെങ്കിൽ, ഇഫ് ഐ വാസ് ഇൻ യുവർ പ്ലേസ്, ദെൻ ദ ബെറ്റർ പാർട്ട് ഓഫ് മൈ അഫെക്ഷൻസ് വുഡ് ബി വിത്ത് മൈ ഹോപ്സ് എബ്രോഡ്. So the better part of my affections here means my thoughts. Affections, thoughts. So എൻ്റെ ചിന്തകളെല്ലാം തന്നെ the majority of my thoughts will be along with them, with my ships. എൻ്റെ ചിന്തകളെല്ലാം തന്നെ with my hopes abroad. എൻ്റെ പ്രതീക്ഷകൾക്കൊപ്പമായിരുന്നേനെ. What are the hopes referred to here? The ships. For Antonio, his hopes are his ships, his merchandise. So if I was in your place, surely the majority of my thoughts will be all throughout the day, throughout my time, I'll be thinking about my ships, my hopes. എൻ്റെ പ്രതീക്ഷകളെക്കുറിച്ച്, എൻ്റെ കച്ചവടത്തിലായിരിക്കുന്ന യാത്രയിലായിരിക്കുന്ന ഷിപ്സിനെ കുറിച്ചായിരിക്കും തീർച്ചയായിട്ടും ഞാനും ആലോചിക്കുക. സോ വാട്ട് യു ആർ ഡൂയിങ് നൗ ഇസ് ദ റൈറ്റ് തിങ്. നിങ്ങളിപ്പോൾ ജസ്റ്റിഫൈഡ് ആണ്, നിങ്ങൾ ചെയ്യുന്ന കാര്യം ഇറ്റ്സ് ക്വൈറ്റ് ഓക്കെ, നോർമൽ തിങ് ദറ്റ് ഓൾ വിൽ ബി ഡൂയിങ്. ഇപ്പം ഞാനാണ് നിങ്ങളുടെ സ്ഥാനത്തെങ്കിൽ ഇതുപോലെ തന്നെ ചിന്തിച്ച് ടെൻഷൻ അടിച്ചേനെ എന്നാണ് ഇവിടെ Salerno പറയുക. ഐ ഷുഡ് ബി സ്റ്റിൽ പ്ലക്കിംഗ് ദ ഗ്രാസ് ടു നോ where sits the wind. So if I was in your place, ഇപ്പം ഞാൻ ചെയ്യേണ്ടിയിരുന്ന കാര്യങ്ങൾ നിങ്ങളുടെ സ്ഥാനത്ത് ഞാനായിരുന്നെങ്കിൽ എന്തൊക്കെ ഞാൻ ചെയ്തേനെ എന്നാണ് Salerno പറയുക. All these things are explained to comfort him. So if I was in your place, I would be plucking the grass. ഞാൻ പുല്ലിൻ്റെ ഇലകൾ പറിച്ചിട്ട്
കാറ്റിൻ്റെ ഡിറക്ഷൻ അറിയാനായിട്ട് അതിങ്ങനെ പറത്തി വിട്ടേരെ. ഞാൻ അങ്ങനെയൊക്കെ ആയിരുന്നേനെ സമയം ചിലവഴിക്കുക. I would be plucking grass and I will be just releasing it to know the direction of the wind. കാറ്റ് ഏത് ഡിറക്ഷനിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനിങ്ങനെ ഗ്രാസ് പ്ലക്ക് ചെയ്ത് അതിങ്ങനെ പറത്തി വിട്ട് നോക്കിയേനെ. സോ ദാറ്റ് ഐ വുഡ് ബി ഓക്കെ വിത്ത്, ഐ വുഡ് ബി കംഫർട്ടബിൾ. നോ, ദ ഡിറക്ഷൻ ഓഫ് ദ വിൻഡ് ഇസ് ഫേവറബിൾ, ഓക്കെ, കംഫർട്ടബിൾ ഫോർ മൈ ഷിപ്സ് എന്ന് മനസ്സിലാക്കാനായിട്ട് ഞാൻ ശ്രമിച്ചേനെ. ആൻഡ് നൗ ഹി സേസ് അബൌട്ട് ദ സെക്കൻഡ് തിങ് ദാറ്റ് ഹി വുഡ് ഡു. He would be peering in maps for ports and piers and rods. So, grass pluck ചെയ്യുമെന്ന് പറഞ്ഞു, to know where sits the wind, to know the direction of the wind. And the second thing, he will be peering. Peering means searching or looking in the maps. മാപ്പുകളിൽ സെർച്ച് ചെയ്യും. To know what? To know the ports, piers and rods. പോർട്സും പെയേഴ്സും. പെയേഴ്സ് മീൻസ് സീ ബ്രിഡ്ജസ്. ഇപ്പോൾ പോർട്ടുകൾ, ഷിപ്സിനെ സേഫായിട്ട് ആങ്കർ ചെയ്യാനുള്ള തുറമുഖങ്ങൾ, പോർട്സ് അല്ലെങ്കിൽ സീ ബ്രിഡ്ജസ്, ഗുഡ്സൊക്കെ റിച്ച്ലി ലോഡഡ് ആണെന്ന് പറഞ്ഞു, പ്രഷ്യസ് ഗുഡ്സ് ഉണ്ടെന്ന് പറഞ്ഞു. സോ ഇതൊക്കെ സേഫായിട്ട് എങ്ങോട്ടെങ്കിലും മാറ്റം ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ടുള്ള സീ ബ്രിഡ്ജസും റോഡ്സും ഒക്കെ ഉള്ള സ്ഥലങ്ങളെക്കുറിച്ച് ഞാനിങ്ങനെ മാപ്പിൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കും. ബിക്കോസ് ഐ വിൽ ബി ഓൾവേസ് ടെൻസ്ഡ് അബൌട്ട്, വറീഡ് അബൌട്ട് മൈ ഷിപ്സ് ആൻഡ് ദ ഗുഡ്സ് ദാറ്റ് they are carrying along with them. And every object that might make me fear misfortune to my ventures out of doubt would make me sad. And each and every object that I see around, ചുറ്റിനും കാണുന്ന ഒബ്ജക്ട്സ് എല്ലാം, എല്ലാ വസ്തുക്കളും എന്നെ കടലിലെ ഡേഞ്ചേഴ്സിനെ കുറിച്ച്, മിസ്ഫോർച്യൂൺസ് അറ്റ് സീ, ഐ വുഡ് ബി തിങ്കിങ് അബൌട്ട്. ഇറ്റ് വുഡ് റിമൈൻഡ് മീ അബൌട്ട് ദ മിസ്ഫോർച്യൂൺ അറ്റ് സീ ആൻഡ് ഇറ്റ് വുഡ് ഷുവർലി മേക്ക് മീ സാഡ്. ചുറ്റിനും കാണുന്ന സാധനങ്ങൾ, അവയൊക്കെ കടലിലെ ദുരന്തങ്ങൾ അല്ലെങ്കിൽ എന്താ പറയുക, ഡേഞ്ചറസ് തിങ്സ്, എന്തൊക്കെ അപകടങ്ങളാണ് കടലിൽ എൻ്റെ ഷിപ്സിനെ കാത്തിരിക്കുന്നത് എന്നതിനെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കും. തീർച്ചയായിട്ടും, വിത്തൗട്ട് എനി ഡൗട്ട്. That's what he says, out of doubt, without any doubt, it would make me sad. These things would be making me sad. So we have to know what each and every person said. സോ ഒരു എക്സ്ട്രാക്റ്റ് ചോദിച്ചിട്ട് ഇത് ആര് പറഞ്ഞു, ഇതിന് മുൻപ് ആരാണ് സംസാരിച്ചത്, എന്താണ് പറഞ്ഞത് എന്ന് ചോദിക്കാറുണ്ട്. സോ വി ഹാവ് ടു ബി ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ അന്റോണിയോ ആണ് തുടങ്ങുന്നത് സീനിലെ ഡയലോഗ്, കോൺവെർസേഷൻ. ആൻഡ് ദെൻ സെലാരിനോ പറയുന്ന കാര്യങ്ങൾ, ഹി ഈസ് ആക്ച്വലി ബോസ്റ്റിംഗ് ഓഫ് അബൌട്ട് ദ ഷിപ്സ് ഓഫ് അന്റോണിയോ. ആൻഡ് ദെൻ സെലാനിയോ കംസ്. സെലാനിയോ സേസ് അബൌട്ട് what he would be doing if he was in Antonio's place. He says about 3 things. 3 കാര്യങ്ങളാണ് സെലാനിയോ പറയുക. Always remember, he would be plucking the grass, he would be peering in the maps, and each and every object around him would be reminding him about the misfortune at sea. ഇതാണ് 3 കാര്യങ്ങൾ. Plucking the grass to know the direction of the wind, peering in maps to know the sea bridges, piers, ports and rods, and the third thing, the things around him, the objects around him will be reminding him about the misfortune at sea, and surely he will be sad. So he is also trying to comfort Antonio by saying that he would be having the same feeling, same emotional feeling, melancholic mood. He would be also in a melancholic mood if his ships were ഓൺ സെയിൽ. അദ്ദേഹത്തിൻ്റെ ഷിപ്സ് ആയിരുന്നു സെയിലിൽ ഉണ്ടായിരുന്നെങ്കിലും ഇതേ അവസ്ഥയിലൂടെ തന്നെ ഞാനും കടന്നു പോയേനെ എന്നാണ് സെലാനിയോ ഇവിടെ അന്റോണിയോയോട് പറയുക. സോ ദെയർ സെലാനിയോ സ്റ്റോപ്സ് ആൻഡ് സെലാരിനോ കണ്ടിന്യൂസ് ടു സെലാനിയോ സ്പീച്ച്. സെലാനിയോ പറഞ്ഞതിനോട് കണ്ടിന്യൂസ് ആയിട്ടാണ് സെലാരിനോ അടുത്തത് പറയാൻ തുടങ്ങുക. വാട്ട് സെലാനിയോ കൺക്ലൂഡഡ്, എന്താണ് അവസാനം സെലാനിയോ പറഞ്ഞു നിർത്തിയത്? Each and every object that I see around me would be reminding me about the dangerous things at sea, about the misfortune at sea. കടലിലുള്ള അപകടങ്ങളെക്കുറിച്ച് എന്നെ ഓർമ്മിപ്പിക്കുന്നു ചുറ്റുമുള്ള എന്ത് സാധനം കണ്ടാലും. ആൻഡ് സെലാരിനോ ജസ്റ്റിഫൈസ് ഇറ്റ്. അതിനെ ന്യായീകരിച്ചുകൊണ്ട് സെലാരിനോ പറയുകയാണ്. സെലാരിനോ ഇവിടെ 3 കാര്യങ്ങൾ, അപ്പം ഈ 3 കാര്യങ്ങൾ സെലാനിയോ പറഞ്ഞത് നമ്മൾ കണ്ടു. നൗ സെലാരിനോ ഓൾസോ സെസ് അബൌട്ട് 3 things. 3 കാര്യങ്ങളാണ് പറയുക അബൌട്ട് ദ ഒബ്ജക്ട്സ് ദാറ്റ് ഹി സീ അറൗണ്ട്. അയാൾ ചുറ്റും കാണുന്ന 3 കാര്യങ്ങൾ, അത് അയാളെ എങ്ങനെയാണ് കടലിലെ അപകടങ്ങളെക്കുറിച്ച് ഓർമ്മിപ്പിക്കുക എന്നാണ് സെലാരിനോ പറയുക. റിമെമ്പർ, ഇറ്റ് ഈസ് സെലാരിനോ ഹു സെസ് ദിസ്. ആൻഡ് ഇറ്റ് സെസ്, മൈ വിൻഡ് കൂളിംഗ് മൈ ബ്രോത്ത് would blow me to an ache when I thought what harm a wind too great at sea might do. So when I have my broth means സൂപ്പ്, ഞാൻ എൻ്റെ സൂപ്പ് കുടിക്കാനായിട്ട് എടുക്കുമ്പോൾ വളരെ ചൂടായിട്ടിരിക്കുന്ന സൂപ്പാണ്. സോ ഐ വിൽ ബി ബ്ലോയിങ് ടു ഇറ്റ്, അതിനെ തണുപ്പിക്കാനായിട്ട്, ടു മേക്ക് ഇറ്റ് കൂൾ, അതിനെ തണുപ്പിക്കാനായിട്ട് ഞാൻ അതിലേക്ക് ഇങ്ങനെ ഊതുമ്പോൾ ദ മൂവ്മെൻറ്റ്സ് ഓൺ ദ സർഫസ് ഓഫ് ഇറ്റ്, അതിൻ്റെ പ്രതലത്തിൽ മുകളിലുണ്ടാകുന്ന മൂവ്മെൻറ്റ്സ് എന്നെ എന്തിനെക്കുറിച്ച് ഓർമ്മിപ്പിക്കുന്നു? ദ വിൻഡ് അറ്റ് സീ, ദ ഡേഞ്ചറസ് വിൻഡ് അറ്റ് സീ, കടലിലുണ്ടാവുന്ന
സ്റ്റോമിനെ, കൊടുങ്കാറ്റിനെ ഒക്കെ ഞാൻ പെട്ടെന്ന് ഓർത്തു പോകുന്നു. സൂപ്പിലേക്ക് ഊതുമ്പോൾ, അത് കുടിക്കാനായിട്ട് പോകുമ്പോൾ, ഭക്ഷണം പോലും എനിക്ക് ചിലപ്പോൾ നേരെ കഴിക്കാൻ പറ്റിയെന്ന് വരില്ല. ഐ വിൽ ബി തിങ്കിങ് അബൌട്ട് ദ ഡേഞ്ചേഴ്സ് അറ്റ് സീ. സോ ഇവരെല്ലാവരും അന്റോണിയോയെ കംഫർട്ട് ചെയ്യുകയാണ്. ഞങ്ങളും ഇങ്ങനെയൊക്കെ തന്നെ ആയേനെ എന്ന് പറയുകയാണ്. സോ ഹി സെസ് മൈ വിൻഡ് കൂളിംഗ് മൈ ബ്രോത്ത്. മൈ വിൻഡ് മീൻസ് മൈ ഓൺ ബ്രെത്ത്, എൻ്റെ സ്വന്തം ശ്വാസം. കൂളിംഗ് മൈ ബ്രോത്ത് വെൻ ഐ ട്രൈ ടു കൂൾ മൈ സൂപ്പ്, എൻ്റെ സൂപ്പ് ഞാൻ കൂൾ ചെയ്യാനായിട്ട് എൻ്റെ ശ്വാസം ഉപയോഗിക്കുമ്പോൾ, ബ്ലോ ചെയ്യുമ്പോൾ, വുഡ് ബ്ലോ മീ ടു ആൻ എഗ്, ഇറ്റ് വിൽ ഷ്യോർലി ലീഡ് മീ ടു എ ടെൻഷൻ. എഗ് മീൻസ് a worry, an anxiety, ഒരു ടെൻഷനിലേക്ക് അതെന്നെ കൊണ്ടുപോകും. എന്ത് ടെൻഷൻ? when I thought what harm a wind too great at sea might do, I will be surely thinking about, when I will think about what will be the harm a wind too great, a great wind could do at sea to my ships. ഒരു വലിയ കാറ്റ്, that means a storm or കൊടുങ്കാറ്റിന് കടലിൽ എൻ്റെ ഷിപ്സിനോട് എന്തൊക്കെ അപകടങ്ങൾ, എങ്ങനെ അതിനെ നശിപ്പിക്കും എന്നുള്ളതിനെ കുറിച്ചായിരിക്കും ഞാനപ്പോൾ ചിന്തിക്കുക. what makes me think about it? My own breath, my own wind that is cooling my breath. That movement on the surface of the breath will be reminding me of the dangerous wind or the storm at sea that would harm my ships. That's what it says, the first thing. And then I should not see the sandy hourglass run, but I should think of shallows and of flats. ഇനി ഭക്ഷണം കഴിച്ചു, സൂപ്പ് കുടിക്കാൻ പോയപ്പോഴാണ് ഇതിനെക്കുറിച്ച് ഓർത്ത് ഉള്ള സമാധാനം പോയി. ആൻഡ് ദെൻ what I will be doing, സമയം നോക്കാമെന്ന് വിചാരിച്ച് sandy hourglass, we would have learned about it, the device that is used to know the passage of time. ആ സാൻഡിൻ്റെ മൂവ്മെൻറ്റ് അനുസരിച്ചിട്ട്, ഗ്ലാസ് ആണ്, നമുക്കറിയാവുന്നതാണ് സാൻഡി ഗ്ലാസ്. അത് ഒരു ഗ്ലാസ്സിൽ നിന്ന് അടുത്തതിലേക്ക് സാൻഡ് വന്ന് വീഴുന്ന സമയം അനുസരിച്ചിട്ട് പാസേജ് ഓഫ് ടൈം കൺസിഡർ ചെയ്യുന്നുണ്ട്, ടൈം മനസ്സിലാക്കിയിരുന്ന ഒരു ഡിവൈസ്. സോ സമയം നോക്കാമെന്ന് വിചാരിച്ച് സാൻഡി ഗ്ലാസ്സിലേക്ക് നോക്കുമ്പോൾ ദിസ് സാൻഡ് വിൽ മേക്ക് മീ തിങ്ക് അബൌട്ട് the shallows and flats at sea. I should think of shallows and flats. Shallows and flats, what is that? Shallow, ഡീപ്പ് അല്ലാത്ത ഏരിയാസ്, കടലിലെ ആഴമില്ലാത്ത സ്ഥലങ്ങൾ, ഫ്ലാറ്റ് ആയിട്ടുള്ള ഏരിയാസ്, ഇതൊക്കെയാണ് ഞാൻ ചിന്തിക്കുക. വാട്ട് ഇസ് ദ സ്പെഷ്യാലിറ്റി ഓഫ് ഓൾ ദീസ് പ്ലേസസ് ഇൻ ദ സീ? കടലിനെ സംബന്ധിച്ച ഷാലോ ഫ്ലാറ്റ് ഏരിയാസ് എന്ന് പറയുന്നത് ആക്ച്വലി ദേ ആർ ദ ഗ്രേവ് യാർഡ് ഓഫ് ദ ഷിപ്സ്. ബിഗ് ഷിപ്സിനൊക്കെ ആങ്കർ അവ നങ്കൂരമിട്ട് പോകും, അവിടുന്ന് സ്റ്റക്കായി പോകും, മുന്നോട്ട് അവയ്ക്ക് മൂവ് ചെയ്യാനായിട്ട് പറ്റില്ല, അല്ലെങ്കിൽ ഓവർ ടേൺ ചെയ്തു പോകും, കപ്പൽ മറിഞ്ഞു പോകാറുണ്ട്. സോ നല്ല ആഴമുള്ള കടലിലെ കപ്പലിന് മൂവ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ, ഷിപ്സിന് മൂവ് ചെയ്യാനായിട്ട്. സോ ദാറ്റ്സ് വാട്ട് ഇസ് സെസിയ. These shallow and flat areas are also another dangerous thing for the ships. അപ്പോൾ ഷിപ്സിനെ സംബന്ധിച്ച് സ്റ്റോം, വിൻഡ് പോലെ തന്നെ മറ്റൊരു അപകടകരമായ കാര്യമാണ് ഷാലോ ഫ്ലാറ്റ് ഏരിയാസ് ഇൻ ദ സീ. സോ ആൻഡ് സീ മൈ വെൽത്തി ആൻഡ്രൂ ഡോഗ്ഡ് ഇൻ സാൻഡ് ആൻഡ് I will see means I will imagine that my wealthy Andrew, here a name is given to the ship. ഷേക്സ്പിയർ എലിസബത്തൻ ഇംഗ്ലണ്ടിലെ വളരെ റിച്ച് വെൽ നോൺ ആയിട്ടുള്ള ഒരു ഷിപ്പായിരുന്നു ആൻഡ്രൂ എന്ന് പറയുന്നത്. സോ ആ ഷിപ്പിൻ്റെ പേര് ഇവിടെ പറഞ്ഞിരിക്കുകയാണ്, മെൻഷൻ ചെയ്തിരിക്കുകയാണ് എൻ്റെ ഷിപ്പായിട്ട്. സോ എൻ്റെ വെൽത്തി ആൻഡ്രൂ ഡോഗ്ഡ് ഇൻ സാൻഡ്, ഡോഗ്ഡ് മീൻസ് സ്റ്റോപ്ഡ്, സ്റ്റക്ക്. സോ സാൻഡിൽ, മണലിൽ തട്ടി അവിടെ സ്റ്റക്കായിരിക്കുന്ന എൻ്റെ വെൽത്തി ആൻഡ്രൂവിനെ കുറിച്ച് ഞാൻ ഇമാജിൻ ചെയ്തു പോകും. സോ ആൻഡ്രൂ ദ നെയിം ഓഫ് എ മെർച്ചൻറ്റ് ഷിപ്പ് ഡ്യൂറിങ് ദാറ്റ് ടൈം. ആ സമയത്ത് ഒരു മെർച്ചൻറ്റ് ഷിപ്പാണ്, വെൽത്തി ഷിപ്പ്. ആൻഡ് വെയിലിംഗ് ഹെർ ഹൈ ടോപ്പ് ലോവർ ദാൻ ഹെർ റെപ്സ് ടു കിസ് ഹെർ ബറിയൽ. ആൻഡ് ഞാൻ ഇമാജിൻ ചെയ്യുന്നു ആൻഡ്രൂവിൻ്റെ കണ്ടീഷൻ ഇപ്പോൾ എങ്ങനെയാണ്, എന്ത് സംഭവിച്ച് കാണും ഈ ഫ്ലാറ്റ് ആൻഡ് ഷാലോ ഏരിയാസിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ. ദ ഷിപ്പ് വുഡ് ഹാവ് ഓവർ ടേൺഡ്, അതാണ് ഇവിടെ പറയുക. വെയിലിംഗ് ഹെർ ഹൈ ടോപ്പ് ഷിപ്പിൻ്റെ മുകൾ ഭാഗം, ലോവർ ദാൻ ഹെർ റിബ്സ് ഹിയർ മീൻസ് ബോട്ടം ദ ഫ്രെയിം വർക്ക്, വുഡൻ ഫ്രെയിം വർക്കിനെയാണ് ദ റിബ്സ് എന്ന് പറയുക. അപ്പോൾ ഷിപ്പിൻ്റെ അടിയിലുള്ള ആ വുഡൻ ഫ്രെയിം വർക്ക് അതിൻ്റെ ഹൈ ടോപ്പിനേക്കാളും മുകളിൽ വന്നിരിക്കുന്നു. ദാറ്റ് മീൻസ് ദ ഷിപ്പ് ഹാസ് ഓവർ ടേൺഡ്. താഴ്ഭാഗം മുകളിൽ വന്നു എന്ന് പറഞ്ഞാൽ ഷിപ്പ് തലകുത്തി മറിഞ്ഞു പോയിരിക്കുന്നു. സോ ടു കിസ് ഹെർ ബറിയൽ, ഈ ടോപ്പ് മാസ് എന്തിനാണ് താഴെ വന്നതെന്നാണ് പറയുക. ടു കിസ് ഹെർ ഓൺ ബറിയൽ മീൻസ് ദ പ്ലേസ് വെയർ ദ ഡെഡ് ബോഡി ഇസ് ബറീഡ്. ശവശരീരം കുഴിച്ചിട്ടിരിക്കുന്ന സ്ഥലം, ബറിയൽ എന്ന് നമ്മൾ പറയുന്നത്, കുഴിച്ചു മൂടിയിരിക്കുന്നു. സോ ഹിയർ ഇറ്റ് മീൻസ് ദ എൻഡ് ഓഫ് ദ ഷിപ്പ്, ദ റക്കേജ് ഓഫ് ദ ഷിപ്പ്, കംപ്ലീറ്റ് റക്കേജ് ഓഫ് ദാറ്റ് ഷിപ്പ് ഇസ് മെൻഷൻ ചെയ്യാം. ഷിപ്പ് മുഴുവനായിട്ടും തകർന്നിട്ട് അതിൻ്റെ തന്നെ ബറിയലിനെ കിസ് ചെയ്യാനായിട്ട് അതിൻ്റെ മുകൾ ഭാഗം താഴെ വന്ന് മുട്ടി നിൽക്കുന്നു എന്നാണ് പറയുക. ജസ്റ്റ് മെൻഷൻസ് ദ ഓവർ ടേണിങ് ഓഫ് ദ ഷിപ്പ്, ഷിപ്പ് തലകുത്തി മറിഞ്ഞ് നശിച്ച് കിടക്കുന്നു എന്നുള്ളതാണ് ഇവിടെ മെൻഷൻ ചെയ്യുക. ദെൻ ഇതാണ് രണ്ടാമത്തെ കാര്യം. ആൻഡ് നൗ ദ തേർഡ് തിങ്, ഷുഡ് ഐ ഗോ ടു ചർച്ച്? ഇനി സമാധാനം മൊത്തത്തിൽ പോയിട്ട് ഞാൻ പള്ളിയിൽ പോകാമെന്ന് വിചാരിച്ചാലോ, ചേർച്ചിൽ, പ്ലേസ് ഫോർ ടു പ്രേ ടു ഗെറ്റ് ദ പീസ് ഓഫ് മൈൻഡ്, സമാധാന മനസ്സിന് കിട്ടാൻ വേണ്ടി ചേർച്ചിൽ പോകാമെന്ന് വിചാരിച്ചാൽ, ആൻഡ് സീ ദ ഹോളി എഡിഫൈസ് ഓഫ് സ്റ്റോൺ. സോ വി ഹാവ് ടു ഇമാജിൻ ദ
ചേർച്ച് ബിൽഡിങ്സ് ഇൻ ഇംഗ്ലണ്ടിലെ ഏൻഷ്യൻ ചേർച്ച് ബിൽഡിങ്സ് എന്ന് പറയുന്നത് മെയ്ഡപ്പ് ഓഫ് സ്റ്റോൺ ആണ്, സ്റ്റോണിൽ ഉണ്ടാക്കിയ ബിൽഡിങ്സ് ആണ്. സോ ചേർച്ചിൽ ചെല്ലുമ്പോൾ ഐ വിൽ സീ ദ ഹോളി എഡിഫൈസ് മീൻസ് the building, the holy building of stone which is made up of stone. ഈ സ്റ്റോൺസ് കാണുമ്പോൾ what it would make me think about, and not be think, and it will make me think. Be think means I think. I will be surely thinking about street of dangerous rocks. Directly this sight of rocks will lead me to the thought of dangerous rocks at sea. കടലിലുള്ള അപകടകരമായ പാറക്കെട്ടുകളെ കുറിച്ചൊക്കെ ഈ റോക്സ് കാണുമ്പോൾ ഞാൻ ഓർക്കാനായിട്ട് തുടങ്ങും. വിച്ച് ടച്ചിങ് ബട്ട് മൈ ജെൻറ്റിൽ വെസൽ സൈഡ്, when my gentle vessel means a ship, my gentle ship, when it moves on, these rocks will touch the side of it. അതിൻ്റെ സൈഡിൽ വന്നൊന്ന് തട്ടിയാൽ മതി അല്ലെ. what would happen, would scatter all her spices on the stream. all the spices, so precious ആയിട്ടുള്ള സാധനങ്ങളാണ് ലോഡ് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. സോ അതിൽ ചില സാധനങ്ങൾ സ്പൈസസ്, precious ആയിട്ടുള്ള സ്പൈസസ് അത് കടലിൽ മുഴുവൻ സ്കാറ്റർ ആകും. when the rocks are touching the side of my gentle vessel, the spices would be scattered and enrobe the roaring waters with my silks. ഇനി വേറൊരു precious ആയിട്ടുള്ള സാധനം ലോഡ് എന്ന് പറയുന്നത് സിൽക്സ് ആണ്, precious ആയിട്ടുള്ള സിൽക്കുകൾ. സോ that also will be just coming out of the ship. When the ship is wrecked, they will be enrobing. Enrobe means dress. These silks will be dressing up the roaring waters. ഈ സിൽക്കുകളൊക്കെ കടലിലെ തിരമാലകളെ ഡ്രസ്സ് ചെയ്യും, എൻറോബ് ചെയ്യുമെന്നാണ് പറയുക. തിരകളെല്ലാം സിൽക്ക് കൊടുത്തിട്ട് ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദാറ്റ് മീൻസ് എവറിത്തിങ് വിൽ ബി സ്പോയിൽഡ്. സോ ദ സ്പൈസസ് വിൽ ബി സ്കാറ്റേർഡ് ആൻഡ് ദ സിൽക്ക് വിൽ ബി എൻറോബിങ് ദ വാട്ടേഴ്സ്. ആൻഡ് ഇൻ എ വേർഡ് ബട്ട് ഈവൻ നൗ വർത്ത് ദിസ് ആൻഡ് നൗ വർത്ത് നത്തിങ്. സോ ആൻഡ് ഇൻ എ വേർഡ്, ഈ ഒരു വാക്ക് പറയുന്നതിനുള്ളിൽ ഈവൻ നൗ വർത്ത് ദിസ്, അപ് ടു ദിസ് ടൈം ദ വർത്തി തിങ്സ്, ദ കോസ്റ്റ്ലിയസ്റ്റ് തിങ്സ്, ദ പ്രഷ്യസ് തിങ്സ് വുഡ് ബി വർത്ത്ലെസ്. ഒരു വാക്ക് പറയുന്ന ഇടവേളയ്ക്കുള്ളിൽ ഇതുവരെയും ഏറ്റവും പ്രഷ്യസ് ആയിരുന്ന, കോസ്റ്റ്ലി ആയിരുന്ന, വളരെ വിലപിടിപ്പുള്ള സാധനങ്ങൾ അവയെല്ലാം ഒരു വാക്ക് പറയുന്നതിനുള്ളിൽ ഒരു വിലയും ഇല്ലാത്തതായി പോകും. സോ ജസ്റ്റ് ദ വിങ്ക് ഓഫ് ആൻ ഐ, നോ ദ ടൈം വിൽ ബി ടേക്കൺ ജസ്റ്റ് ഫോർ ദ വിങ്ക് ഓഫ് ആൻ ഐ. ഒരു കണ്ണടച്ച് തുറക്കുന്ന സമയം കൊണ്ട് ഇതെല്ലാം സംഭവിച്ചു കഴിയും. ഒരു ഗ്രൂപ്പ് ഓഫ് റോക്സ് അല്ലേ, പാറക്കെട്ട കൂട്ടങ്ങൾ ഷിപ്പിൽ വന്ന് ഇടിച്ചാൽ അല്ലെങ്കിൽ ഷിപ്പ് ചെന്ന് തട്ടിയാൽ വാട്ട് വിൽ ഹാപ്പൻ? സോ ജസ്റ്റ് വിത്ത് എ വിങ്ക് ഓഫ് ആൻ ഐ എവറിത്തിങ് വിൽ ബി സ്പോയിൽഡ്. എല്ലാം നശിച്ചു പോകുമെന്നാണ് പറയുക. ഇൻ എ വേർഡ് മീൻസ് ജസ്റ്റ് ബൈ ദ ടൈം ഓഫ് സേയിങ് ദിസ് വേർഡ്, ഒരു വാക്ക് പറയുന്ന ഈ ഗ്യാപ്പിൽ, ആ ഒരു സമയത്തിൽ, ബട്ട് ഈവൻ നൗ വർത്ത് ദിസ്, ബട്ട് ഈവൻ നൗ ഇറ്റ് ഇസ് വർത്തി. ഈ പറയുമ്പോഴും അത് വർത്തിയായിരിക്കും. എല്ലാ സാധനങ്ങളും സ്പൈസസ്, സിൽക്സ്, എവറിത്തിങ് വിൽ ബി സേഫ് and everything will be okay, comfortable. So ships are going on very in a well way, good manner. So nothing is there to worry about. ഇപ്പോൾ വരെ അങ്ങനെ ആയിരുന്നുവെങ്കിൽ ജസ്റ്റ് ഇൻ എ മൊമെൻറ്റ് എവറിത്തിങ് വിൽ ബി നൗ വർത്ത് നത്തിങ്. നൗ ഇറ്റ് ഇസ് വർത്ത്ലെസ്. പെട്ടെന്ന് തന്നെ അത് ഒറ്റ നിമിഷം മതി എല്ലാം ഒന്നുമല്ലാതായി പോകാനായിട്ട്. നൗ വർത്ത് നത്തിങ്, വർത്ത്ലെസ് ആയി പോകാം ഇഫ് ഇറ്റ് ഹാപ്പൻ. സോ ഈ റോക്സിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഒരു നിമിഷം മതി എല്ലാം worthless ആവാനായിട്ട്. Shall I have the thought to think on this, and shall I lack the thought that such a thing be chance would make me sad? Here Salarino tries to justify the way in which Antonio is sad. Antonio ദുഃഖിക്കാനായിട്ട്, സങ്കടപ്പെടാനായിട്ടുള്ള കാരണങ്ങൾ ജസ്റ്റിഫയബിൾ ആണ് എന്നാണ് സലാറിനോ ഇവിടെ പറയുക. Let's come to the lines. Shall I have the thought to think on this? ഇഫ് ഐ ഹാവ് സച്ച് എ തോട്ട് ഇൻ മൈ മൈൻഡ്, ഇങ്ങനൊരു ചിന്ത എൻ്റെ മനസ്സിലുണ്ടെങ്കിൽ, കടലിലുള്ള ഡേഞ്ചേഴ്സിനെ കുറിച്ചുള്ള ഒരു സാധ്യത, ഒരു പോസിബിലിറ്റി, ഇഫ് ഇറ്റ് എക്സിസ്റ്റ് ദെയർ, ഇങ്ങനൊരു സാധ്യത നിലനിൽക്കുമ്പോൾ, ഞാൻ അതിനെക്കുറിച്ച് ചിന്തിക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉള്ളപ്പോൾ, ആൻഡ് ഷാൽ ഐ ലാക്ക് ദ തോട്ട്, ഞാൻ അതിനെ അവോയ്ഡ് ചെയ്യണം, ലാക്ക് ചെയ്യണം, വേണ്ടാന്ന് വെക്കണം എന്നാണോ പറയുക? ഇങ്ങനൊരു പോസിബിലിറ്റി, ഡേഞ്ചറസ് തിങ്സ് ആർ ദെയർ അറ്റ് സീ ദാറ്റ് വുഡ് ബി just destroying my ship, such chances are there. So what you are saying, if I have to lack the thought, if I have to avoid the thought, what are you saying about it? That such a thing be chanced. So such things are there existing, that would be chancing. Be chanced means if it happened, സംഭവിക്കാൻ സാധ്യതയുള്ളത്, അങ്ങനെ സംഭവിച്ചാൽ. So be chanced, if it happened, that would be making me sad. Surely I will be sad. So such a possibility is existing, because lots of things are there that would be dangerous to the ships at sea, that would be causing the wreckage of the ships. So if such things are existing, surely I will be thinking about it, and I cannot lack that thought. എനിക്ക് ആ ചിന്തയെ തടയാനായിട്ട് പറ്റില്ല, കാരണം പോസിബിലിറ്റീസ് ദെയർ എക്സിസ്റ്റിംഗ് ദാറ്റ് വുഡ് ബി ഹാർമിങ് മൈ ഷിപ്സ്. ദാറ്റ്സ് വാട്ട് ഇസ് സെസ്. ഈസ് ജസ്റ്റിഫൈയിങ് Antonio. And now, but tell not me, I know Antonio is sad to think upon his merchandise, but tell not me, no need to tell me. Tell not me means, not means
ഡോണ്ട് ടെൽ മീ, എന്നോട് പറയേണ്ട എന്നല്ല, എന്നോട് പറയേണ്ട ആവശ്യമില്ല. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യു ആസ് എ ഗുഡ് ഫ്രണ്ട് ഓഫ് യു. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്, ഐ ക്യാൻ റീഡ് യുവർ മൈൻഡ്. Tell not me means no need to tell me. I knew Antonio is sad to think upon his merchandise. So what is the conclusion for Salarino? He says that the reason for your sadness, Antonio, I understood it. It is just because of your merchandise, your business that is there, the ships that are on sale. നിങ്ങളുടെ ഷിപ്സിനെ കുറിച്ച് ഓർത്തിട്ടാണ് നിങ്ങൾ സങ്കടപ്പെടുന്നത്, ഇത്രയും വറീഡ് ആയിട്ട് ഇരിക്കുന്നത് എന്ന് എനിക്കറിയാം. അത് നിങ്ങൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമൊന്നുമില്ല എന്നാണ് പറയാം. ആൻഡ് ആഫ്റ്റർ ലിസണിങ് ടു ഓൾ ദീസ്, അന്റോണിയോ റിപ്ലൈസ് ടു ഹിം. അന്റോണിയോ ഇവിടെ മറുപടി പറയുകയാണ്, ബിലീവ് മീ, നോ, പ്ലീസ് ട്രസ്റ്റ് മീ, ദാറ്റ്സ് നോട്ട് ദ റീസൺ. ഒന്ന് വിശ്വസിക്കുക, അതല്ല കാരണം. ഐ താങ്ക് മൈ ഫോർച്യൂൺ ഫോർ ഇറ്റ്. മൈ വെഞ്ചേഴ്സ് ആർ നോട്ട് ഇൻ വൺ ബോട്ടം ട്രസ്റ്റഡ്. ഐ താങ്ക് മൈ ഫോർച്യൂൺ. ഐ എം ആക്ച്വലി എ ലക്കി മാൻ. I'm a prosperous businessman and I'm thanking God. I'm thanking for my fortune. എൻ്റെ ഭാഗ്യങ്ങൾക്ക് ഞാൻ ഇന്നും നന്ദിയുള്ളവനാണ്. കാരണം my ventures are not in one bottom trusted, nor to one place, nor is my whole estate upon the fortune of this present year. So these lines show how prosperous Antonio is, how healthy his financial status is. Antonio ഇവിടെ ക്ലെയിം ചെയ്യുന്നത് his financial status is healthy. അദ്ദേഹത്തിൻ്റെ ഫിനാൻഷ്യൽ കണ്ടീഷൻ വളരെ ഹെൽത്തി ആണ്, ഒരിക്കലും അതിനൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല എന്നുള്ളതാണ് അന്റോണിയോ ഇവിടെ പറയുക. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഹൗ പ്രോസ്പറസ് ഈസ് ഓർ ഹൗ മച്ച് വെൽത്തി എ പേഴ്സൺ ഹീസ്. എത്രമാത്രം ധനികനാണ്, എത്രമാത്രം അദ്ദേഹം ഒരു എന്താ പറയുക, അടിത്തറയുള്ള ഒരാളാണ് എന്ന് നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാവും. ഫിനാൻഷ്യലി ഹി ഈസ് വെരി healthy. That's what it says. My ventures are not in one bottom trusted. My financial condition is healthy and my ventures, my ships are not only one bottom trusted. ഒരു സ്ഥലത്തെ മാത്രം ആശ്രയിച്ചല്ല എൻ്റെ ഷിപ്സ് സെയിൽ ചെയ്യുക. ദാറ്റ് മീൻസ് മൈ ഷിപ്സ് ആർ സെയിലിംഗ് ഓൾ അറൗണ്ട് ദ വേൾഡ്. ലോകത്ത് എല്ലായിടത്തും എൻ്റെ ഷിപ്സ് ഉണ്ട്. സോ ഒരിടത്ത് കടലിൽ എവിടെയെങ്കിലും പ്രശ്നമുണ്ടായി എന്ന് വെച്ച് ഇറ്റ് വോണ്ട് എഫക്റ്റ് മീ, അതെന്നെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് പറയുക. നോർ ടു വൺ പ്ലേസ്, ഒരു പർട്ടിക്കുലർ പ്ലേസിലല്ല, ഒരേ സ്ഥലത്തല്ല എൻ്റെ എല്ലാ സമ്പാദ്യവും ഉള്ളത്. So, nor is my whole estate upon the fortune of this present year, and my whole estate, my whole wealth is not depending upon the fortune of this present year. എൻ്റെ മുഴുവൻ സമ്പാദ്യവും ഈ വർഷം എനിക്ക് ലഭിക്കുന്ന പ്രോഫിറ്റിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ളതല്ല. I have earned a lot already and I am quite set up, I am quite okay with that, comfortable with that. And the profit of this year will not affect me. ഈ വർഷത്തെ എൻ്റെ പ്രോഫിറ്റ് എന്ന് പറയുന്നത് എൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റസിനെ ഒരിക്കലും ബാധിക്കില്ല എന്നാണ് അദ്ദേഹം ഇവിടെ പറയുക. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് how prosperous a man he is, how wealthy, what a better condition he is in. So that's what Antonio tries to convey here. My ventures are not one bottom trusted nor to one place. ഒരു ബോട്ടത്തിൽ ഒരു കാര്യത്തിൽ മാത്രം ഡിപ്പെൻഡ് ചെയ്തുള്ളതല്ല എൻ്റെ ബിസിനസ് എന്ന് പറയുന്നത്. ആൻഡ് ഒരു സ്ഥലത്തെ മാത്രം ആശ്രയിച്ചല്ല, അതുപോലെ തന്നെ ഈ ഒരു വർഷത്തെ മുഴുവൻ ഫിനാൻഷ്യൽ പ്രോഫിറ്റും ഡിപ്പെൻഡ് ചെയ്തുമല്ല എൻ്റെ ഫുൾ സമ്പാദ്യം എന്ന് പറയുന്നത്. ദാറ്റ്സ് വാട്ട് ഹി ട്രൈസ് ടു കൺവേ. Therefore my merchandise makes me not sad. So my merchandise, my ships are not disturbing me. എൻ്റെ ഷിപ്സിനെ കുറിച്ച് ഓർത്തിട്ടല്ല ഞാൻ സങ്കടപ്പെടുന്നത്, അതല്ല അതിൻ്റെ റീസൺ. ഐ എം ക്വൈറ്റ് ക്ലിയർ അബൌട്ട് ഇറ്റ്. സോ ദാറ്റ്സ് വാട്ട് ഹി ട്രൈസ് ടു കൺവേ ഹിയർ. ദെൻ Salarino comes with another suggestion. അപ്പോൾ Salarino പറയണം, ഓക്കെ, മെർച്ചൻഡൈസ് അല്ലെങ്കിൽ there will be some other reason. Why? Then you are in love. ഷിപ്സ് അല്ല, മെർച്ചൻഡൈസ് അല്ല റീസൺ എങ്കിൽ ഷാർലി ഒന്നെങ്കിൽ മണി അല്ലെങ്കിൽ ലവ്. ദീസ് ആർ ദ ടു തിങ്സ് ദാറ്റ് നോർമലി വറീസ് മേക്സ് വറി ടു എ മാൻ. ഒരാളെ എപ്പോഴും സങ്കടപ്പെടുത്തുന്ന രണ്ട് കാര്യങ്ങൾ ഒന്നെങ്കിൽ പണമായിരിക്കും അല്ലെങ്കിൽ അയാളുടെ പ്രണയമായിരിക്കും. സോ ദീസ് ആർ ദ ടു തിങ്സ്, മണി ഓർ ലവ്. സോ ഇഫ് മണി ഈസ് നോട്ട് ദ പ്രോബ്ലം ഓർ യുവർ വെഞ്ചേഴ്സ്, യുവർ മെർച്ചൻഡൈസ് ഇസ് നോട്ട് ദ പ്രോബ്ലം, ദെൻ ഷുവർലി യുവർ പ്രോബ്ലം ഈസ് ലവ്. യു ആർ ഇൻ ലവ്. നിങ്ങളപ്പോൾ ആരെങ്കിലും ഇഷ്ടപ്പെടുന്നുണ്ട്, ദാറ്റ്സ് എ പ്രോബ്ലം. ആൻഡ് Antonio replies, ഫൈവ് immediate reply ആണ്, nonsense, what are you saying? So Antonio is not having any love. As per the story we can understand. So is not in love. So he says, he denies it immediately. പെട്ടെന്ന് തന്നെ അതിനെ എതിർക്കുകയാണ്. 5 nonsense, what are you saying? It's not love.